തെരുവ് നായ്ക്കളെപ്പോലും ഒഴിവാക്കാൻ സാധാരണ ജനങ്ങൾക്ക് ഒന്നും വേണ്ട പുറത്തിറങ്ങി നടക്കാൻ എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് വിടുക? തെരുവ് നായ ചാടിക്കറി ആക്രമിക്കുകയാണ്. പറയുന്നത് കേന്ദ്ര നിയമം മണ്ണാങ്കട്ട കേന്ദ്ര നിയമം. നിങ്ങൾക്ക് എല്ലാ തോന്നിയാസങ്ങളും നടത്താം, എല്ലാ നിയമങ്ങളും നിങ്ങൾക്ക് വളച്ചൊടിക്കാം അല്ലേ? ഈ തെരുവ് നായകളെ, കേരളത്തിലെ മുഴുവൻ തെരുവ് നായകളെയും പിടിച്ച് ഏതെങ്കിലും ഒരു ഷെൽട്ടറിൽ അടച്ചുപൂട്ടാൻ എത്ര സമയം വേണുള്ളൂ? ഇതെന്താ വലിയ ആനക്കാരിയാണോ? ഒരു ജനങ്ങളോട് നീതി പുലർത്തുന്ന ഒരു സർക്കാരാണ് എങ്കിൽ കേരളത്തിൽ ഉടനീളമുള്ള ഭീഷണിയായ തെരുവ് നായ്ക്കളെ മുഴുവൻ ഒരാഴ്ചയും വേണ്ട അങ്ങനെ ഒരു റെയ്ഡ് നടത്തുക. മുഴുവൻ തെരുവ് നായ്ക്കളെയും പിടികൂടിക്കൊണ്ട് എത്ര സ്ഥലങ്ങളുണ്ട് വനാതിർത്തിയിൽ സംരക്ഷണ ഭിത്തി കെട്ടി അതിനുള്ളിലേക്ക് ആക്കുക. അവർക്ക് വേസ്റ്റ് ആയ ഭക്ഷണവും മറ്റും ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. കൊന്നാലാണല്ലോ പ്രശ്നം. ഒരു സർക്കാരിന് ഒരാഴ്ച കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു പണിയാണിത്. ഇതുപോലും ചെയ്യാതെ മൂന്നാം വട്ടം മണ്ണാങ്കട്ട. ഒരു നടുക്കുന്നൊരു ഫോട്ടോ ഉണ്ട് കേട്ടോ. ഒരു തെരുവ് നായ ഒരാളുടെ തലയിൽ തെരുവ് നായ കടിച്ചു കീറുന്ന ഒരു പടം. നമുക്ക് ഒറ്റ നോട്ടം മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പടമാണ് ഇവിടെ കൊടുത്തത്. അതിലിങ്ങനെ പറയുന്നത്, എറണാകുളം ഉദയംപേരൂർ അതിർത്തി റോഡ് തെക്കേ പള്ളിപ്പറമ്പിൽ സതിയുടെ തലയിൽ ഒരു തെരുവ് നായ കടിച്ചുണ്ടായ മുറിവ്. ശനിയാഴ്ച രാവിലെ മുറ്റമടിക്കുമ്പോൾ ഓടി വന്ന നായ തലയിൽ കടിച്ചു വലിക്കുകയായിരുന്നു. മാംസം അടർന്നതിനെ തുടർന്ന് വെട്ടുകൊണ്ടതുപോലെ ആഴത്തിൽ മുറിവുണ്ടായി. തൃപ്പൂണിത്തുറ പുതിയകാവിലും ഉദയംപേരൂർ പ്രദേശത്തുമായി തെരുവുനായ ആക്രമണത്തിൽ 4 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 7 പേർക്കാണ് ഗുരുതര പരിക്കേറ്റത്.